നമസ്കാരം സുരേഷ് സർ. നമസ്കാരം. സാറേ, ഈ കർണാടകയിൽ വലിയ തോതിൽ ഹിജാബ് വിഷയമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ അത് ചർച്ച ചെയ്തു, കത്തിപ്പടർന്ന വിഷയങ്ങളൊക്കെയാണ്. സാർ, ഇപ്പം അവിടെ പുതിയ സർക്കാരൊക്കെ അധികാരത്തിൽ വന്നു. പക്ഷെ ഏറ്റവും പുതിയതായി വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, കുന്ദാപുര യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന BG രാമകൃഷ്ണയ്ക്ക് ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രിൻസിപ്പൽ. പക്ഷേ അത് അവിടെയുള്ള ഈ ഹിജാബ് വിഷയമൊക്കെയായി കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടുത്തെ SDPIക്കാർ എതിർക്കുകയും സർക്കാർ അത് താൽക്കാലികമായി സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് അവിടെ മരവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. സാർ, എന്താണ് സാർ ഇവിടെ നടക്കുന്നത്? കാരണം ഈ കോൺഗ്രസ് ആണോ അവിടെ ഭരിക്കുന്നത്, അതോ SDPI ആണോ സാർ അവിടെ ഭരിക്കുന്നത്? അതിൽ സംശയമുണ്ടോ? SDPI തന്നെ ഭരിക്കുന്നത് അവിടെ, അതിൽ സംശയമില്ല. ബിക്കോസ് ഈ അവാർഡ് കൊടുത്ത 2 പ്രിൻസിപ്പൽസിനാണ്. ഒന്ന് രാമകൃഷ്ണയ്ക്ക്, കുണ്ടാപുരം എന്ന് നമ്മൾ ഉടുപ്പി അടുത്തായിട്ട് വരുന്നത്. പിന്നെ ഒരു രാമഗൗഡ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പൽ ഹുൻസൂർ കോളേജിലെ ഒരു PU കോളേജുണ്ട്, അവിടുത്തെ ഒരു ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ഈ 2 പേർക്കാണ് അവാർഡ് കൊടുത്തത്. ബെസ്റ്റ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ഡേ ആണല്ലോ ഇന്ന് കൊടുക്കേണ്ടതാണ് ആക്ച്വലി അവാർഡ്. പക്ഷേ ഈ ന്യൂസ് പുറത്തു വന്നപ്പോൾ SDPIക്കാർ വേഗം കയറി ട്വിറ്ററിലും അവിടെ ഇവിടെയൊക്കെ കയറി അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹം ഹിജാബിനെ ഒപ്പോസ് ചെയ്ത ആളാണ്, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് അവാർഡ് കൊടുക്കുക എന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഡെമോക്രസിയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ബാക്കിയുള്ള കലാപരിപാടികൾ പറയണ കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ അവിടുത്തെ ഓരോ മീഡിയക്കാർക്കൊക്കെ എന്താണ് പറയാനുള്ളത്? നാളെ ഇതേമാതിരി BJP ഒരു രാഷ്ട്രത്തിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൽ നാളെ ഒരു ടീച്ചർ ഹിജാബ് ഇട്ടു എന്ന് പറഞ്ഞ അവാർഡ് കൊടുക്കാണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും ഒരു പ്രിൻസിപ്പളിന്? അതും നിർത്തിക്കൂടെ? അതും ചെയ്യാമല്ലോ. അപ്പോൾ പറയും യോഗി ആദിത്യനാഥ് കമ്മ്യൂണലാണ്, അതാണ് ഇതാണെന്ന്. ഒരു പ്രിൻസിപ്പളിന് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ ബെസ്റ്റ് അവാർഡ് പ്രിൻസിപ്പളിൻ്റെ കേപ്പബിലിറ്റി വെച്ചാൽ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ. അല്ലാണ്ട് പ്രിൻസിപ്പൾ ഹിജാബ് എതിർത്താണോ അല്ലയോ എന്നുള്ള എല്ലാ പ്രശ്നം. ആ സമയത്ത് ഈ പറഞ്ഞ മാതിരി ഹിജാബ് കറക്റ്റായിരുന്നു എന്ന് അവിടുത്തെ അന്നത്തെ ഭരണകൂടം ഇതാക്കി കോടതിയിൽ പോയി, കോടതി ശരിവെച്ചു. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക. അതേസമയത്ത് നമ്മൾ മുംബൈയിൽ കണ്ടു. മുംബൈയിൽ ഇതേമാതിരി ഒരു കോളേജിൽ അവർ പറഞ്ഞു പറ്റില്ല, നിങ്ങൾക്ക് ഹിജാബ് ഇടാൻ പറ്റില്ല, ഈ പറഞ്ഞ മാതിരി ഈ വാണിംഗ് വന്നു. അപ്പോൾ അവർ ഇതേ കുട്ടികൾ കോടതിയിൽ പോയി. പിന്നെ അവിടുന്ന് അവർ കേസ് ജയിച്ചു. അതാണ് ഒരു സർപ്രൈസിങ് എലിമെൻറ്റ്. കർണാടകത്തെ കേസ് അവിടെ കിടപ്പുണ്ട്, പക്ഷേ ഈ പറഞ്ഞ മാതിരി മുംബൈയിൽ കേസ് ജയിച്ചു. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നമ്മുടെ അവിടെ 2-3 ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതേമാതിരി ഇവർ കയറി, ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് മുറി വേണം, ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ട് കുറേ ഡിമാൻഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. നാളെ അതേ പ്രിൻസിപ്പൾ, അതേ സ്കൂളിലെ പ്രിൻസിപ്പൾ കേരള ഗവൺമെൻറ് ഒരു ബെസ്റ്റ് പ്രിൻസിപ്പൾ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ എവിടുത്തെ SDPIക്കാരും എവിടുത്തെ ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള ഈ സെക്യുലർ ചാനലുകളെല്ലാം കയറി ആ പ്രിൻസിപ്പളിന് എന്തിനാണ് നിങ്ങൾ അവാർഡ് കൊടുക്കണമെന്ന് ചോദിക്കുമോ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. വേറെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഒരു ഒറ്റ ലെവലിലായിരിക്കില്ല എല്ലാവർക്കും ഈക്വലാണ്. നാളെ ഏത് പ്രിൻസിപ്പളിനോ ഏത് ടീച്ചറിനോ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കൊടുത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നമ്മൾ ചെക്ക് ചെയ്ത് നാളെ ഒരു ഹിന്ദു സംഘടന വന്നു കഴിഞ്ഞാൽ അവർ ഒബ്ജക്റ്റ് ചെയ്തിട്ട് പറയും പറ്റില്ല, ഇവരെ കൊടുക്കാൻ പാടില്ല, ഇവരിത് പണ്ടെങ്ങാണ്ട് ഒരു ട്വീറ്റ് ഇട്ടിരുന്നു, പണ്ടെങ്ങാണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പണ്ടെങ്ങാണ്ട് ഒരു സ്പീച്ച് കൊടുത്തിരുന്നു, പണ്ടെങ്ങാണ്ട് വേറെ എന്തൊക്കെ ചെയ്തിരുന്നു, അത് കാരണം ഇവർക്ക് ബെസ്റ്റ് പ്രിൻസിപ്പളോ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കൊടുക്കാൻ പാടില്ല എന്ന്. ഇതാണ് പറയുന്നത്. ഇതേ ആൾക്കാർ പറയും പൊളിറ്റിക്സും റിലീജിയനും തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. SDPIക്കാർ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. അത് സംശയമുണ്ട്, അത് ഏത് സ്കൂൾ കുട്ടിയും പറയും ഏത് ഇരട്ടത്താപ്പാണെന്നുള്ളത്, സംശയമില്ല അതിൽ. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മുടെ അവിടുത്തെ മാധ്യമങ്ങൾ, എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ ന്യൂസ് ക്യാരി ഉണ്ടെന്ന്. ബിക്കോസ് അവിടെ പിന്നെ ഒരു അടി അതാവുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങള് ഇതൊന്നും കാണില്ല സാർ. അവർ RSS BJP ഭരിക്കുന്ന ഗവൺമെന്റുകളിൽ അത്തരം സംസ്ഥാനങ്ങളിൽ കാക്ക ചത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈന് പൊട്ടി വീണ് നായ ചത്തുപോയതോ ഒക്കെ ആണെങ്കിൽ അവർ വലിയ വാർത്താ വിഷയമാക്കും. അതിന് മോദി ആയിരിക്കും അപ്പോൾ റെസ്പോൺസിബിൾ. അതാണ്, മോദിയാണ് അതിൻ്റെ കാരണക്കാരൻ. മോദി റിസൈൻ ചെയ്യണം. ഈ പറഞ്ഞ മാതിരി ഒരു കമ്പി പൊട്ടി വീണു, ഒരു കാക്ക ചത്തു കഴിഞ്ഞാൽ അത് മോദിയാണ് അതിൻ്റെ. ഇപ്പം നമ്മളിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദക്ഷിണ കർണാടകയിലെ SDPIയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, അൻവർ സദാത്ത്. അദ്ദേഹമാണ് അൻവർ സദാത്ത് ബജാത്തൂർ എന്നാണ് പേരാളുടെ. അദ്ദേഹമാണ് ഈ എക്സിൽ പോയിട്ട് ഈ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കാൻ പാടില്ല, അവാർഡ് കൊടുക്കാൻ പാടില്ല. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒന്നാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടൂല ഒരു SN കോളേജിലോ വേറെ ഏത് കോളേജിലോ SNDP ഒരു കോളേജിലായിരുന്നുണ്ട്, ഒരു പ്രിൻസിപ്പളിനെ കയറി അടിച്ചു SFIക്കാർ. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല. അവിടെ ഒരു ബോയ്ക്കോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആക്ഷൻ എടുക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ തന്നെ കോംപ്രമൈസ് ചെയ്തു.
ഈ പ്രോബ്ലം എവിടെ വരണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതേ കാര്യങ്ങൾ നോക്കി നോക്കി വരുമ്പോൾ നമ്മുടെ അവിടുത്തെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ മാത്രമേ ഇത് കാണുള്ളൂ കേട്ടോ, ഇങ്ങനത്തെ ഓരോ പ്രൊട്ടസ്റ്റും ഇങ്ങനത്തെ ഓരോ അടിയൊക്കെ. പക്ഷേ ഈ കർണാടകത്തിൽ ഇപ്പോൾ തുടങ്ങാൻ കാരണം ഇതേ SDPIക്കാരാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷന് വോട്ട് ചെയ്തത്. കോൺഗ്രസ് സമ്മതിച്ചു, കോൺഗ്രസ് ഓപ്പണായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് SDPI കൊണ്ടുവന്ന മുസ്ലിം വോട്ടുകാരനാണ് ഞങ്ങൾ ജയിച്ചതെന്ന്. അവിടുത്തെ DK ശിവകുമാർ ആവട്ടെ, ഈ പറഞ്ഞ മാതിരി സിദ്ധരാമയ്യ ആവട്ടെ, രണ്ടുപേരും പറഞ്ഞത്. അപ്പോൾ ക്ലിയർ ആണ്. നാളെ ഇവർ പറയും നമുക്ക് ടിപ്പു സുൽത്താൻ്റെ ഒരു പ്രതിമ വെക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ റെഡി എന്ന് പറയും കോൺഗ്രസ്സുകാർ. അതിനാണല്ലോ അവർ നിൽക്കുന്നത്. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യും ഈ കുറ്റങ്ങൾ. അപ്പോൾ ഈ ഹിജാബ് ഇതിൻ്റെ പ്രൊട്ടസ്റ്റിൻ്റെ അഗേൻസ്റ്റ് ചെയ്തൊരു പ്രിൻസിപ്പൾ അല്ലല്ലോ ഒരു ഡിസിഷൻ എടുക്കുക. പ്രിൻസിപ്പളിൻ്റെ കൂടെ ബാക്കിയുള്ള ആൾക്കാരുണ്ടാവില്ല. അവിടുത്തെ ഒരു അക്കാഡമിക് കൗൺസിൽ ഉണ്ടാവും, അവിടുത്തെ ബാക്കി ഈ പറഞ്ഞ ഈ പേരൻറ്റ് ടീച്ചേഴ്സ് ഉണ്ടാവും. നാളെ ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയും ഞങ്ങൾ ഹിജാബ് ഇട്ട് ക്ലാസ്സിലേക്ക് വരാൻ ഇങ്ങനെ സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ നാളെ ഹിന്ദു കുട്ടികൾ പറയും ഞങ്ങൾ സാരി ഉടുത്ത് തലയിൽ കൂടെ സാരി ഇട്ട് ഗൂങ്കട്ട് എന്ന് പറയും നോർത്ത് ഇന്ത്യയിൽ, അതുമാതിരി മുഖം മൂടിയിട്ട് ഞങ്ങളും ക്ലാസ് റൂമിൽ വരും. അപ്പോൾ ഹിന്ദു പയ്യന്മാർ പറയും ഞങ്ങൾ നാളെ മുണ്ടുടുത്ത് ഒരു തിലക്കൊക്കെ വെച്ച് ഞങ്ങൾ BJPയുടെ ആ ഒരു കളറുണ്ടല്ലോ സാഫ്രൻ കളറൊക്കെ ഇട്ട് ഒരു ഷോളൊക്കെ ഇട്ട് സന്യാസിമാരുടെ മാതിരി ഞങ്ങളും ക്ലാസ് റൂമിലേക്ക് വരും. ഇതെവിടെ പോയി അവസാനിക്കും? യൂണിഫോം എന്നതിൻ്റെ വാക്കിൻ്റെ മീനിങ് എന്താണ്? യൂണിഫോം തന്നെ എല്ലാവർക്കും ഒറ്റ നീതി. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സൗദി അറേബ്യയിൽ പോയി കാണുക, അവിടുത്തെ ലിബറലൈസേഷൻ കണ്ടുപിടിക്കുന്നവർ ഹിജാബ്. ഞാൻ പറയില്ല, ഹിജാബിൻ്റെ പോസിബിളി ഇറാൻ കഴിഞ്ഞ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണ ഹിജാബ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്, എസ്പെഷ്യലി കേരളത്തിലും കർണാടകത്തിലൊക്കെ. വേറെ എവിടെയൊന്നും കാണില്ല കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഞാനൊക്കെ പണ്ട് നാട്ടിൽ ചെറിയ കുട്ടിയായിരുന്നു വന്ന സമയത്ത് ഈ തട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ഇതൊക്കെ അത് പറഞ്ഞ സമയത്താണ് ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത്. ഈ സാറിൻ്റെയൊക്കെ ചെറുപ്പകാലത്തും അതുപോലെ തന്നെ ഞാനും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ടത് ഈ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളൊക്കെ വലിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അത്തരം മുസ്ലിം സ്ത്രീകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇത്തരത്തിൽ പർദ്ദയോ ഹിജാബോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. പിന്നീട് കാലം പുരോഗമിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ബുർക്ക ഈ പരിപാടിയൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല അവിടെ. എങ്ങനെയാണ് സഡൻലി അവിടെ എത്തിച്ചേർന്നത്? അതാണ് നമ്മൾ നമ്മളൊരു ഈ റിലീജിയനെ നമ്മളെല്ലാവരും പറയും സെക്യുലറാണ്, നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ രീതി വന്നിരുന്നു. പക്ഷേ ഈ ചെയ്യണ പരിപാടികൾക്ക് എന്താ പറ്റുന്നതാണ്, ഇവർ ബുർക്ക ഇട്ട് കഴിഞ്ഞാൽ നാളെ ഹിന്ദു സ്ത്രീകൾ അതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്രിസ്ത്യൻ സ്റ്റുഡൻസ് നാളെ പറയും ഞങ്ങളുടെ ഓരോ റിലീജിയസ് സിമ്പിൾസും ഇട്ടിട്ട് ഞങ്ങളും ക്ലാസ് റൂമിലേക്ക് വരാം, ഞങ്ങൾ അതുമാതിരി വരുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എവിടെ പോയി അവസാനിക്കുന്നതൊക്കെ? നിങ്ങൾ പഠിക്കാനാണ് വരുന്നത് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ പേഴ്സണൽ റിലീജിയസ് ബിലീഫ് നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ പുറത്ത് വെച്ചിട്ട് വരണം. അതുവരെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് മുറി വേണം, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി അവിടെ വേണം, സെപ്പറേറ്റ് ഇത് വേണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. എനിക്ക് ആ കാര്യത്തിൽ ഞാൻ അവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്സ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടുത്തെ 2-3 കോളേജുകളുണ്ടായി, ഈവൻ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അവരും സമ്മതിക്കണം. അവരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തു. പക്ഷേ ഇതേ സമയത്ത് അതൊരു ഹിന്ദു കോളേജിലാണ് നടന്നതെന്ന് വെച്ചാലോ, ഹിന്ദുക്കാർ നടത്തുന്ന ഒരു കോളേജിലാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആപ്പാടിയോ അവിടെ അപ്പോഴേക്കും അവിടുത്തെ പ്രിൻസിപ്പളിനെ കയറി തെറി വിളിക്കലും അത് ഇതൊക്കെ തുടങ്ങും. പക്ഷെ ഇവർക്ക് പേടി, ഈ ക്രിസ്ത്യൻസിൻ്റെ നേരെ ഇങ്ങനെ പലതും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് എന്താ ചെയ്യാന്നായിരുന്നു ഇവരുടെ പേടി ഉണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ മാതിരി ഇവർക്ക് ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവണം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അബ്സല്യൂട്ട് അല്ല. അത് നമ്മളെപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു സ്ഥലത്ത് ജോലി എടുക്കുമ്പോൾ, നാളെ നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു യൂണിഫോം ഇടുമ്പോൾ, ആർമിയിൽ ഫോർ എക്സാമ്പിൾ ആവട്ടെ, നമുക്കൊരു ആർമി എടുക്കാം. ഇന്ത്യൻ ആർമി കയറിയിട്ട് അവിടുത്തെ ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്ന നേഴ്സ് പറയും നാളെ തൊട്ട് ഞാൻ തട്ടം ഇട്ടിട്ട് വരുന്നു. അവർ സമ്മതിക്കില്ല. അവർ പറയും വേണ്ട, അത് പുറത്ത് വെച്ചിട്ട് വന്നാൽ മതി പരിപാടികൾ. എവിടെ യൂണിഫോം ഇസ് യൂണിഫോം. അത് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ റിലീജിയനെ ഫേവർ ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഒറ്റ റിലീജിയനെ മാത്രം ഫേവർ ചെയ്യണത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പാവാ. അദ്ദേഹം പറയണേ ഞാൻ പറയണേ പോയി പണി നോക്കാൻ പറയണേ അവാർഡൊക്കെ കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. പക്ഷെ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ പറ്റും. പോയിന്റ് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ കണ്ടു കർണാടകത്തിൽ തന്നെ ഏതൊരു ഡിസ്ട്രിക്റ്റിൽ ഹനുമാൻ്റെ രൂപമുള്ള ഹനുമാൻ്റെ ഓരോ ഒബ്ജക്ട്സ് ഉള്ളത്, അമ്പും വില്ലൊക്കെ കുറേ പരിപാടികൾ, ശ്രീരാമൻ്റെ ഒക്കെ ഒരു കുറേ ലാമ്പ് പോസ്റ്റുമൊക്കെ അടിച്ചു പറ്റിയപ്പോൾ അവിടുത്തെ മുസ്ലിംസ് ഒന്ന് ഒബ്ജക്റ്റ് ചെയ്തു. അത് സെക്യുലറിസത്തിൻ്റെ ഇതല്ല, അത് റിലീജിയസ് സിമ്പിളാണ്, അതിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കർണാടക ഗവൺമെൻറ് ഓർഡറും കൊടുത്തു മാറ്റാൻ പറഞ്ഞിട്ട്. പിന്നെ അത് പിൻവലിക്കേണ്ട വന്നു. ബിക്കോസ് ഹിന്ദുക്കൾ എല്ലാവരും കൂടി ഒന്നായപ്പോൾ അവർക്ക് പേടിയായി. ഇത് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇതാണ് പ്രോബ്ലം. ഈ ഇഷ്യൂ ആണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. ഇവിടെ തെലങ്കാനയിൽ ഇന്നൊരു ഡിസ്ട്രിക്റ്റിൽ ഉഗ്ര അടി ഉണ്ടായിരുന്നു. രണ്ട് ആൾക്കാർ, രണ്ട് ഗ്രൂപ്പ് തമ്മിൽ കമ്മ്യൂണൽ ക്ലാഷ് ആയിരുന്നു.
കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറി ഞങ്ങൾക്ക് ഞങ്ങളുടെ റിലീജിയനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല, രാഷ്ട്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മൾ അബോവ് നേഷൻ അബോവ് എവറിത്തിങ് എൽസ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. അതാണ് വേണ്ടത്. എവിടെ വേണ്ടത് എന്താ, ക്ലാസ് റൂമിൽ വരുമ്പോൾ ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടി അവിടുത്തെ റൂള് ഫോളോ ചെയ്യണം. യൂണിഫോം, ഞാൻ നാളെ ഈ യൂണിഫോം ഇടില്ല, ഞാൻ വേറൊരു യൂണിഫോം ഇട്ട് വരില്ല, ഞങ്ങളുടെ മതം ഇതാണ് പറയുന്നത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ പഠിക്കാനാണോ വരുന്നത്, അതോ ഈ പറഞ്ഞ മാതിരി റിലീജിയസ് ഇത് നിങ്ങൾ കാണിക്കാൻ? നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ നടത്തിക്കോളപ്പോൾ നിങ്ങൾ അവിടെ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരൊറ്റ ഡ്രസ്സായിരിക്കണം. ഇതാണ് അവിടെ ഞാൻ പറയാനുള്ള ഒരു പ്രിൻസിപ്പിൾ. നാളെ ഈ പറഞ്ഞ മാതിരി കൽവയൊക്കെ കെട്ടിട്ട്, ഇപ്പം ഞാനൊക്കെ കെട്ടുന്ന മാതിരി കയ്യിൽ ഇങ്ങനെ ഇതൊക്കെ കെട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? അപ്പൊ പറയും ഓ ഇത് കെട്ടാൻ പാടില്ല, ഒന്നും പറയാനില്ല സാർ. അതാ ഞാൻ ചോദിക്കുന്നത്. നാളെ ഈ പറഞ്ഞ മാതിരി ഒരു ഹിന്ദു പെൺകുട്ടി ബിന്ദിയും ഈ പറഞ്ഞ മാതിരി തലയിൽ വേറെ എന്തെങ്കിലും സിമ്പിളൊക്കെ വെച്ച് തുളസിയൊക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവര് ഒബ്ജക്റ്റ് ചെയ്യോ? ഞങ്ങളുടെ ഹിന്ദു റിലീജിയനിൽ പറയണ്ടേ പൂ വെച്ചിട്ട് വരാൻ പാടുള്ളൂ എന്ന്. പൂ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മുല്ലപ്പൂ വെച്ചിട്ട് കഴിഞ്ഞാൽ ഇവർ നിർത്തും. അവര് റിലീജിയസ് സിമ്പിൾ അല്ല അത്. എന്നാലും ഞാൻ പറയാണ്, ഒരു എക്സാമ്പിൾ തരാം. അല്ലെങ്കിൽ ചന്ദനം തൊട്ട് നാളെ ക്ലാസ് മുറിയിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ടീച്ചർമാരെന്ത് പറയും? ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻസിഡൻസ് ഇങ്ങനെ പറയും. സോ ഈ പറഞ്ഞ മാതിരി ഈ പാവം പ്രിൻസിപ്പളിനെ പിടിച്ച് അദ്ദേഹം ഹിജാബിനെ പറ്റി ഒരു ഓർഡർ പാസ് ചെയ്തതിന് അവാർഡ് കൊടുക്കാണ്ടിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോൺസെൻസ്. അതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. തീർച്ചയായും സാർ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, കർണാടകയിൽ കോൺഗ്രസ് ആണോ ഭരിക്കുന്നത്, SDPI ആണോ ഭരിക്കുന്നത് എന്നുള്ള സംശയത്തിൽ നമ്മൾ ഇത്രയും കാലം നിൽക്കുമ്പോൾ ഇത്തരം ചില നടപടിക്രമങ്ങളിലൂടെ SDPI ഒന്ന് കണ്ണുരുട്ടിയാൽ പേടിച്ച് മൂത്രമൊഴിക്കുന്ന ഒരു ഗവൺമെൻറ്റായി കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ സെക്യുലറിസം എന്നൊക്കെ പേരിൽ മാത്രമാണ് ഉള്ളതെന്നും ഭരണം നിലനിർത്താൻ ആരുടെയും കാല് പിടിക്കാൻ പോകുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ്റായി കർണാടകയിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇതൊന്നും രാഹുൽ ഗാന്ധി കാണുന്നുമില്ല എന്നതൊക്കെയാണ് നമുക്കിത് നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഇത്ര വിശദമായി ഈ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാക്കി തന്നതിന്, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി സാർ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.